നമ്മുടെ സംഘടനാ പ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ എന്തെങ്കിലും ദീനീ ചലനം ഉണ്ടാകുമായിരുന്നു. നമ്മുടെ ഈ ദീനീ ചലനങ്ങളൊക്കെ ഉണ്ടായത് നമ്മളുടെ മുൻഗാമികളും അവരെ പിന്തുടർന്ന് നമ്മളും എന്ത് ത്യാഗത്തിനും മുതിർന്നുകൊണ്ട് പ്രവർത്തിച്ചതിനാലാണ്. നമ്മുടെ നാടുകളിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ അത് സ്ഥാപിക്കുമ്പോൾ എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് നമ്മുടെ മാനേജ്മെന്റിന്റെയും അതുപോലെ മദ്രസയുടെയും കാര്യത്തിൽ പ്രവർത്തിച്ച ആളുകൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇനിയും നമ്മുടെ മദ്രസകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മദ്രസകൾ ആരംഭിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യൽ ആവശ്യമുണ്ട്. ഞാൻ ഒന്നുകൂടി ഒരു സ്വകാര്യത്തിൽ ഞാനൊരു കാര്യം പരസ്യമായി പറയട്ടെ. സ്വകാര്യത്തിൽ ഞാൻ പരസ്യമായി പറയട്ടെ എന്നാ പറഞ്ഞു. ഞാൻ സ്വകാര്യം പറഞ്ഞാൽ ഇത് സ്വകാര്യമാവില്ല എന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്വകാര്യത്തിൽ പരസ്യമായിട്ട് പറയട്ടെ എന്ന് പറഞ്ഞത്. നമ്മുടെ ചില സംഘടനകൾ, അതായത് ചിലപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ തന്നെ സംഘടനയായിരിക്കാം, പക്ഷേ നമ്മളുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന സംഘടനയായിരിക്കൂല. അവർ നമ്മളും തമ്മിൽ അവരെ തുറന്ന് നിസ്കരിക്കാതിരിക്കലോ അല്ലെങ്കിൽ അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാതിരിക്കലോ ഒന്നും നമ്മൾ ചെയ്യാറില്ലല്ലോ. നമ്മൾ അങ്ങനെ ഒരു അകൽച്ച നമ്മൾ തമ്മിൽ കാണിക്കാറില്ല. പക്ഷേ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മളുടേതായ മക്കളെ തന്നെ അവർക്കിടയിലുള്ള ചില ഭിന്നതകളും അവർക്കിടയിലുള്ള ചില സ്ഥാപന മത്സരങ്ങളും നടക്കുന്നതിനാൽ ആർക്കാണ് കൂടുതൽ കുട്ടികളെ കിട്ടുക എന്ന ഒരു വാശിയിൽ അവർക്കിടയിൽ ഒരു മത്സരമുണ്ട്. ആ മത്സരത്തിന്റെ പേരിൽ നമ്മളെ വീട്ടിലെ കുട്ടികളെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ചേർപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്ന ഒരു ബോധം നമ്മുടെ പ്രവർത്തകർക്കുണ്ടാകണം. കാരണം നമ്മുടെ മക്കളായി തന്നെ വളരണം. നമ്മുടെ മക്കൾ നമ്മുടെ മക്കളായി തന്നെ ഉയരണം. അതിൻ്റെ ഗുണഫലങ്ങൾ ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. അൽഹംദുലില്ലാ, ഇന്ന് പുറത്തു നിന്ന് വീക്ഷിക്കുന്ന ആർക്കും അറിയാമല്ലോ, നമ്മൾ ദീനീ പ്രവർത്തകന്മാരാണ്. അതുകൊണ്ട് തന്നെ ശണ്ട കൂടാനില്ല, ശണ്ട കൂടുന്നവരുടെ വിഷയത്തിൽ ഏർപ്പെടാനുമില്ല. അതേപോലെ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ പോകുന്നില്ല. പറയാത്തത് കൊണ്ട് തന്നെ പിന്നീട് അതിന് എന്തെങ്കിലും ഒരു ക്ഷമാപണത്തിന് പോകേണ്ട ആവശ്യവും നമ്മളെ കൊണ്ട് വരുന്നില്ല. നമ്മൾ നമ്മളുടെ റൂട്ടിൽ നമ്മളെ സംഘടനയുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ നമുക്ക് പറയാനുള്ളതൊന്നും പറയാതിരിക്കുകയും ഇല്ല. പറയേണ്ടതെല്ലാം പറയേണ്ട സമയത്ത് കൃത്യമായി പറയും. അതിന് യാതൊരു മടിയും നമ്മുടെ സംഘടനാ നേതാക്കൾക്കോ നമ്മുടെ പണ്ഡിത സഭക്കോ ആർക്കും ഉണ്ടാവുകയും ഇല്ല. ഇപ്പോൾ ചിലർ പാളയുമെടുത്ത് സക്കാത്ത് പിരിക്കാൻ ഇറങ്ങുന്നവരുണ്ട്. നമ്മൾ അതിനെ സംബന്ധിച്ച് നല്ല ബോധവാന്മാരാകണം. സക്കാത്ത് എന്ന് പറയുന്ന ഇസ്ലാം കാര്യത്തിൽ ഒരു പ്രധാന ഘടകമാണ് സക്കാത്ത്. അതുകൊണ്ടാണ് നിസ്കാരം അത് ഒരു വലിയ ഘടകമാണ്. അതുപോലെ ഒന്നാണ് സക്കാത്ത്. ആ സക്കാത്ത് കൊടുക്കുമ്പോൾ നിസ്കാരത്തിന് ഫർളുണ്ട്, ഷർത്തുണ്ട്, സുന്നത്തുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതുപോലെ സക്കാത്തിനും അതിൻ്റെതായ കർമ്മശാസ്ത്ര നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചല്ലാതെ സക്കാത്ത് എന്നത് ഏതായാലും എനിക്കിതില്ല, ഞാനേതോ സാധുക്കൾക്ക് ഇത് കൊടുക്കണമല്ലോ, അതെവിടെങ്കിലും കൊടുക്കുക, എന്നാൽ എൻ്റെ സക്കാത്ത് വിടുമെന്ന് വിചാരിച്ചാൽ സക്കാത്ത് വിടൂല. അതുകൊണ്ടാണ് അള്ളാഹു തആല പറയുമ്പോൾ തന്നെ അദാ ഉസ് സക്കാത്ത്, ഈതാ ഉസ് സക്കാത്ത്, ഇങ്ങനെയുള്ള വചനങ്ങളാണ് ഹദീസിലും ഖുർആനിലും കാണാം. വെറും ഈതാ ഉസ് സക്കാത്ത് എന്നല്ല, സക്കാത്ത് വീടണം. സക്കാത്ത് വീടണമെങ്കിൽ അതിൻ്റെതായ നിബന്ധനകളുണ്ട്, അതിൻ്റെതായ ആ പ്രവർത്തന രീതിയുണ്ട്. ആ രീതിയിലല്ലാതെ ഏതോ ഒരു പുത്തൻവാദി അവൻ ഒരു സഞ്ചി എടുത്ത് വന്ന് സക്കാത്ത് പിരിക്കാൻ വരുമ്പോൾ അവൻ അതെന്താ ചെയ്യുന്നത്? അതിൻ്റെ നിബന്ധന പാലിക്കുന്നുണ്ടോ? അത് കൊടുക്കേണ്ടവർക്ക് കിട്ടുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഞാൻ മുമ്പ് പല സ്റ്റേജുകളിലും എടുത്ത് വായിക്കുകയും അതുപോലെ LCD വെച്ച് കാണിച്ചു തരികയും ചെയ്ത സംഗതിയാണ്. സക്കാത്തിന്റെ ഫണ്ട് പിരിച്ചു കൊണ്ടുപോയിട്ട് അത് ബാങ്കിലിട്ട് ബാങ്കിൽ നിന്ന് പലിശ വാങ്ങുന്ന പുത്തൻവാദികളുണ്ട്. അതിന്റെ കണക്ക് നമ്മളെടുത്തുണ്ട്. അതേപോലെ തന്നെ അത് അവരുടെ ഓഫീസ് വർക്കിനും അവരുടെ സംഘടനാ പ്രവർത്തനത്തിനും അത് ചെലവഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ അതിന്റെ കണക്കൊക്കെ കൂടി പ്രസിദ്ധീകരിച്ചിട്ട്, നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ അതിന്റെ എല്ലാ കണക്കും പ്രസിദ്ധീകരിച്ചിട്ട് അവസാനം കഴിച്ച് ബാക്കി എന്ന് പറഞ്ഞിട്ട് കണക്ക് കൊടുത്തവരുമുണ്ട്. അതായത് സാധുക്കളെല്ലാം തീർന്നു പോയിട്ട് സക്കാത്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കിയായി. അങ്ങനെയുണ്ട്. പലിശ ഇനത്തിൽ വന്ന വരവ് ചേർത്ത് കണക്ക് അവതരിപ്പിച്ചവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അവരെന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്ത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു കളിക്കാനുള്ള സാധനമല്ലല്ലോ.
അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ നമുക്ക് സക്കാത്ത് അതിന്റെ നിയമങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. സക്കാത്ത് കൊടുക്കാത്തവരെ കൊണ്ട് കൊടുപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ശരിക്കും സക്കാത്ത് ക്യാമ്പയിൻ നമ്മൾ നടത്തണം. ഇൻഷാ അല്ലാഹ് നടത്തുകയും ചെയ്യും. അതെങ്ങനെയായിരിക്കും? അത് ശറഇന്റെ നിയമപ്രകാരം സക്കാത്ത് എങ്ങനെ കൊടുക്കണം എന്നത് പഠിപ്പിക്കുകയും അതിന് സക്കാത്ത് കൊടുക്കേണ്ടവരെ സഹായിക്കാൻ ഉപയുക്തമായ അതിന്റെ മാർഗങ്ങളും കാര്യങ്ങളുമൊക്കെ പണ്ഡിത സഭ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് അതിനുള്ള വകുപ്പുകൾ ഉണ്ടാക്കി നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ തന്നെ നമുക്ക് എല്ലാവരും സക്കാത്തും കൊടുപ്പിക്കുകയും വേണം, കിട്ടേണ്ടവർക്ക് കിട്ടുകയും വേണം. അത് വഴിക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മളിങ്ങനെ കാണുന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നത് കൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഓരോ കാര്യങ്ങളും നമ്മൾ പ്രവർത്തനത്തിൽ നമ്മൾ ആലോചിച്ച് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കണം. ഇതുപോലെ നമ്മൾ ഇസ്ലാമിക ആശയങ്ങൾ വിട്ടുകൊണ്ടുള്ള ഒരു രീതിയും നമുക്കുണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന് എല്ലാ മതക്കാരും നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കണം എന്നത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അത് നമ്മുടെ ആശയമാണ്. എല്ലാ മതക്കാരും സൗഹാർദ്ദത്തിൽ ജീവിക്കണം. ലക്കും ദീനുക്കും വലിയ ദീൻ. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലയൻസിന് വന്നപ്പോൾ നബി തങ്ങൾ അലയൻസിനൊന്നും നിന്നിട്ടില്ല. അതായത് കുറച്ച് 1-2 ദിവസം നമ്മൾ ലാത്തനെയും ഉസ്സനെയും ഒക്കെ ആരാധിക്കുക, പിന്നെ ഒരു 3-4 ദിവസം അള്ളാഹിനെ ആരാധിക്കുക, അങ്ങനെ ഒരു കോംപ്രമൈസിന് വേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ടില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങളുടെ മതവുമായി നിങ്ങൾക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എൻ്റെ മതം വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടി ഇല്ല. ഈ ഒരു ആശയം നമ്മളെ മനസ്സിലുണ്ടാകണം. നമ്മൾ സുബ്ഹാനല്ലാഹ് മറ്റുള്ള ആളുകളുടെ മതാചാരങ്ങൾ അത് നമ്മൾ എടുത്ത് ജീവിതത്തിൽ കൊണ്ടുവരികയും അതിന് പ്രചോദനം നൽകുകയും അതിനുവേണ്ടി നമ്മൾ തന്നെ അതിൻ്റെ ക്ഷണിക്കുന്ന പ്രതിനിധികളാവുകയും അതേപോലെ മറ്റ് മതക്കാരുടെ ആചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് നമുക്ക് പറ്റില്ല. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. ഇസ്ലാമിൽ പരിപൂർണമായി കടക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചൊരു കാര്യമാണ്. ആ ആയത്തിറങ്ങാൻ എന്താണ് കാരണം? അത് ഒട്ടകത്തിന്റെ പാല് കുടിക്കാഞ്ഞിട്ടാ, ഒട്ടകത്തിന്റെ മാംസം തിന്നാഞ്ഞിട്ടാ. ഒട്ടകത്തിന്റെ മാംസം തിന്നൽ ഫർളാണോ ഉജൂബാണോ? ഒട്ടകത്തിന്റെ പാല് കുടിക്കൽ സുന്നത്താണോ? പക്ഷേ അത് ജൂതമതത്തിന്റെ ഒരാചാരമാണ് ഒട്ടകത്തിന്റെ പാല് കുടിക്കാതിരിക്കുക, ഒട്ടകത്തിന്റെ മാംസം കഴിക്കാതിരിക്കുക. ആ ഒരാചാരം ഇസ്ലാമിലേക്ക് പൂർണ്ണമായും കടന്ന് അതേ ഈമാന് ഉറച്ച് വലിയ സ്ഥാനം ലഭിക്കുന്ന സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് ആ ഒരു മതാചാരത്തെ മാറ്റി നിർത്താൻ സന്നദ്ധമാകാതിരുന്നപ്പോൾ ഖുർആൻ ഇറങ്ങിയതാണ് ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കടക്കണം. അപ്പൊ നമ്മുടെ ഇസ്ലാം അത് പൂർണ്ണമായി നമ്മൾ മുസ്ലിമീങ്ങളായി ജീവിക്കണം. അതേ സമയത്ത് വേറൊരു മതക്കാരൻ, ഉദാഹരണത്തിന് ക്രിസ്തുമസിന് അതെ നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ ഒരു സ്റ്റാർ കെട്ടിത്തൂക്കിയിരിക്കുന്നു, അത് പോയിട്ട് നമ്മൾ അറുത്ത് കളയാൻ പാടില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മതക്കാർ അവരുടെ ദേവാലയത്തിൽ അവരുടേതായ കർമ്മങ്ങൾ നടത്തുന്നു, അവിടെ പോയി നമ്മൾ കൂക്ക് വിളിക്കാൻ പാടില്ല. അവിടെ നമ്മൾ പോയി അവരെ ദ്രോഹിക്കാൻ പാടില്ല, അവരെ യാതൊരു ശല്യവും ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് നമ്മളവിടെ പൂജയിൽ പങ്കെടുക്കാൻ പാടില്ല. നമ്മൾ നമ്മളെ വീട്ടിന്റെ മുമ്പിൽ ഈ സ്റ്റാർ കൊണ്ടുവന്ന് തൂക്കി ഇത് മുസ്ലിമിന്റെ വീടാണോ അല്ല ക്രിസ്ത്യാനിയുടെ വീടാണോ എന്നറിയാത്ത രൂപത്തിലാകാൻ പാടില്ല. നമ്മൾ നമ്മുടെ മതത്തിന്റെ ആചാരം. ഇതുപോലെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് കളിക്കാനുള്ളതല്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ആള് സുന്നിയാണ് അതെ, അപ്പൊ കയ്യേട് കെട്ടല് നെഞ്ഞിന്റെ ചോടെ പൊക്കളിന്റെ മേലെ. അപ്പൊ പിന്നെ ഒരു ദിവസം നമ്മളെ പുരയിൽ ഒരു മുജാഹിദ് വന്നു, അപ്പൊ അയാളൊന്ന് തൃപ്തിപ്പെടുത്തണ്ടേ, അന്ന് മേലെ കെട്ടി. പിറ്റേ ദിവസം ഒരു സുന്നി വന്നു, അപ്പൊ താഴെ കെട്ടി. വേറൊരു ദിവസം മുജാഹിദും സുന്നിയും കൂടി രണ്ടും പിയാപ്പിളാരാ. അപ്പൊ മുജാഹിദ് പിയാപ്പിളയും വന്ന് സുന്നിപ്പിയ അവൻ അല്ലാഹു അക്ബർ ഒന്ന് മേലെ ഒന്ന് ചോടയും കെട്ടി. ഇങ്ങനത്തെ സുന്നിയാകാൻ പാടില്ല. നമുക്ക് നമ്മുടെ ആദർശവും ആശയവും ഒക്കെ ഉറച്ചു നിന്നുകൊണ്ട് അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നമ്മൾ പ്രവർത്തനത്തുണ്ടാകണം. മറ്റൊന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. ഇപ്പൊ മുജാഹിദ് നിരന്തരം പരിപാടികൾ വെക്കാണ്. ഒട്ടാകെ മുജാഹിദിന്റെ പരിപാടികൾ. ഒന്നുകിലും മുഖാമുഖം പച്ചക്കള്ളം പറയാണ്, യാതൊരു മടിയുമില്ലാതെ പച്ചക്കള്ളം പറയാണ്. ഞാൻ മിന്നാന്നൊക്കെ ചില മുഖാമുഖങ്ങളിൽ മുജാഹിദിന്റെ ചില പ്രസംഗങ്ങൾ കേട്ടു. എല്ലാം ശുദ്ധമായ കളവ്. കാരണം ഖുർആനിന് അർത്ഥം പറയുമ്പോൾ മാറ്റുന്നവർക്ക് മുഹീദ്ദീൻ ശൈഖിന്റെ ബൈത്തിന്റെ അർത്ഥം മാറ്റിക്കൂടെ? അതേപോലെ തന്നെ ഖുർആൻ വായിച്ചിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്ക്
കാന്തപുരം ഉസ്താദിന്റെ തഖ്രീർ അത് വായിച്ചിട്ട് അർത്ഥം മാറ്റിക്കൂടെ? അപ്പൊ അവരുടെ വകയിൽ അവരുടെ പ്രചണ്ഡമായ പ്രചരണം നടത്തുകയാണ്. യാതൊരു മടിയും അവർക്കില്ല. അപ്പൊ പിന്നെ ആരും അവിടെ പോയിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം നമ്മളിപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയേണ്ട സമയമല്ല എന്നൊക്കെ പറയുന്ന ഒരൊറ്റ മനുഷ്യനെയും ഈ മുജാഹിദ് കഷ്ണമായി പിരിഞ്ഞിട്ട് എല്ലാവരും പരസ്പരം മത്സരിച്ച് സുന്നത്ത് ജമാഅത്തിലുള്ള മുഅ്മിനീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കി പ്രഖ്യാപിക്കുമ്പോഴും നമ്മളെ ആലിമീങ്ങളെയും ഔലിയാക്കളെയും ഇമാമിങ്ങളെയും കടിച്ചു കീറുകയും ചെയ്യുമ്പോൾ ഒരാളുമില്ല ഐക്യം വേണമെന്ന് പറയുന്ന ഒരാളുമില്ല. നേരെ മറിച്ച് സുന്നത്ത് ജമാഅത്തിന് ഇപ്പൊ ഈ സമയത്ത് അത് വേണോ എന്ന് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോട് പോയി പണി നോക്കാൻ പറയണം. നമ്മൾ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഞാൻ ഇന്ന് രാവിലെയും മുതഅല്ലിമീങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കുന്നത് ഈമാനോടെ മരിക്കാനാണ്. സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധ ചേരിയിലുള്ള കക്ഷികൾ കൊണ്ടുപോകുന്ന ഈമാൻ നശിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരം ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്കാൻ എന്ത് കാര്യമുള്ളത്? സക്കാത്ത് പിരിച്ചാൽ ഒന്നുമില്ലെങ്കിൽ അവന്റെ ഫണ്ടിലേക്ക് പൈസ ഇട്ടു വിചാരിക്കുക. നബി സല്ലല്ലാഹു നിങ്ങളുടെ ശരീരം ജീർണിച്ച് നശിച്ചു പോയി എന്ത് കാര്യം എനിക്കുള്ളത്? ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു നിങ്ങളടക്കമുള്ള അമ്പിയാക്കൾ സാധാരണ മനുഷ്യരാണെന്ന് ജനങ്ങളെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം കിട്ടാനുള്ളത്? 1973 നവംബറിലെ പ്രബോധനത്തിൽ തലാഖ് ചൊല്ലിയ 3 തലാഖില്ല 3 പോകും എന്ന് പറയുന്നു. 83 മെയ്യിൽ 1 പോകുള്ളൂ എന്ന് പറയുന്നു. ഈ 10 കൊല്ലത്തിലിടയ്ക്ക് ഏത് ജിബിരിയിലാ ജമാഅത്ത് ഇസ്ലാമിന്റെ ഓഫീസിൽ വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ദീൻ നശിപ്പിച്ച് ഈമാൻ കളയുക എന്നതാണ് പുത്തൻവാദികളുടെ അജണ്ട. നേരെ മറിച്ച് ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പേടിപ്പിക്കുന്ന ചില ഏതെങ്കിലും ശക്തികൾ, അതിന് പറയുന്ന ചില ഭാഷകളുണ്ട്. ഞാൻ ആ ഭാഷ സാധാരണ അങ്ങനെ പറയാത്തതുകൊണ്ട് പറയുന്നില്ല, എന്ത് പേര് പറഞ്ഞാലും ശരി. ആ ശക്തികൾ ഇവിടെ എന്ത് പ്രവർത്തിച്ചാലും അവർ ഒരു പക്ഷേ വധിക്കാൻ തന്നെ വന്നാലും മുസ്ലിമിനെ വധിക്കുകയല്ലാതെ ഇസ്ലാമിനെ വധിക്കാൻ അവർക്ക് കഴിയില്ല. മുസ്ലിമിനെ വധിച്ചേക്കും, അങ്ങനെയാണല്ലോ. എത്ര മുസ്ലിമീങ്ങളെ വധിച്ചു ജൂതന്മാര്, ഇസ്ലാമിനെ വധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയുള്ള ആളുകൾക്ക് അതാ ഒരു പടമിരിക്കാൻ കഴിയുമ്പോൾ അവർ പടമിരിക്കുകയാണ്, അവർ നിസ്കരിക്കുകയാണ്. കാരണം ഇസ്ലാമിനെ വധിക്കാൻ കഴിഞ്ഞില്ല. മുസ്ലിമിനെ വധിക്കാൻ ചിലപ്പോൾ കഴിയും. പക്ഷെ ഈ പുത്തൻവാദികൾ ഇസ്ലാമിനെയാണ് വധിക്കുന്നത്. ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിലുള്ള ഈമാനാണ് ഇല്ലാതെയാക്കുന്നത്, ഇസ്ലാമാണ് തകർക്കുന്നത്. അപ്പൊ ഇസ്ലാമിനെ തകർക്കുന്നവരും മുസ്ലിമിനെ വധിക്കുന്നവരുമായി ഇസ്ലാമിന് ഏറ്റവും വലിയ ഭീഷണി ആരാണ്? നിശ്ചയിക്കപ്പെടാത്ത സമയത്ത് ആരും ഇവിടെ മരിക്കുമൊന്നുമില്ല, നിശ്ചയിച്ച സമയത്ത് മാത്രമേ മരിക്കുള്ളൂ. മരിക്കുമ്പോൾ ഷഹീദായി മരിക്കുന്നവരാണ് അക്രമത്തിൽ കൊല്ലപ്പെടുന്നവർ. അതുകൊണ്ട് അവർക്ക് പാരത്രിക ലോകത്തൊരു നഷ്ടവും വരാനില്ല. നേരെ മറിച്ച് ഈ പുത്തൻവാദികളെ കൊണ്ട് നഷ്ടപ്പെടുന്നത് കാലകാലമുള്ള സ്വർഗം നഷ്ടപ്പെട്ട് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് പുത്തൻവാദികൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെന്റുകൾ, അതുപോലെ നമ്മുടെ സംഘടനകൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചരണ രംഗത്ത് സടകുടഞ്ഞെഴുന്നേറ്റ് സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ളവരാക്കി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട്. അത് നോക്കി നിൽക്കുകയല്ല, കൃത്യമായി നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ജനങ്ങളെ പഠിപ്പിക്കണം. അതിനുവേണ്ടി എല്ലാവരും ജാഗരൂകരാകണം എന്നുകൂടി ഉണർത്തി നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാവരും സജീവമാകണമെന്നും അവനവന്റെ മഹല്ലുകളിൽ നമ്മുടെ സദുർസ്താദുമാരുള്ളത് കൊണ്ട് ഞാൻ പറയാൻ, മറ്റുള്ള മുഅല്ലിമീങ്ങൾ കൃത്യമായി മദ്രസയിൽ വരുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം സദർ മുഅല്ലിമിനാണ്. അദ്ദേഹം അതിൽ പടച്ചവന്റെ അടുക്കൽ ഉത്തരവാദിയാണ്. അതിന് സദർ മുഅല്ലിം എന്ത് വേണം? നമ്മളെ മുഅല്ലിമീങ്ങളൊക്കെ വരേണ്ടത് 7 മണിക്കാണെങ്കിൽ സദർ മുഅല്ലിം ചുരുങ്ങിയത് 6:55 എത്തണം. എന്നാലല്ലേ മറ്റേ ആൾ വരുന്നുണ്ടോ നോക്കാനാവുള്ളൂ. എനിക്ക് തന്നെ വൈകി വരണമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കുണ്ട് വേറൊരുത്തനെ നോക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആകാൻ പാടില്ല, ഉത്തരവാദിത്തമാണ്. ഇതുപോലെ നമ്മുടെ മുഅല്ലിമീങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ പ്രചോദിപ്പിക്കുകയും അവരെ സഹായിക്കുകയും അവരെ ശാക്തീകരിക്കുകയും ചെയ്യാൻ നമ്മുടെ മാനേജ്മെന്റുകളും നന്നായി പരിശ്രമം നടത്തണം. അപ്പോൾ ജനങ്ങളുടെ സഹായവും സൗകര്യവും ഒക്കെ കിട്ടും. ജനങ്ങളെ മനസ്സിൽ നമ്മളെ മദ്രസയെക്കുറിച്ച് നല്ല ബോധവും നല്ല മനസ്സിന് നല്ല താല്പര്യവും ഉണ്ടെങ്കിൽ ജനങ്ങൾ സഹായിക്കും. അതുകൊണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമ്മുടെ പ്രവർത്തനം നടത്തണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ.